നേപ്പാളിലെ അത്യാവശ്യം നല്ല രീതിയിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റോഡിലൂടെ 30 കിലോമീറ്റർ ലോറിയിൽ ലിഫ്റ്റ് അടിച്ച ഒരു സ്റ്റോറിയാണ് ഇട്ടത്. അങ്ങനെ എനിക്കൊരു ലോറി കിട്ടി, ലോറിയിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. ചന്ദ്രൻ ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഈ ലോറീൻ്റെ ക്യാബിനിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായിരുന്നു, ഇരുന്നിട്ടോ കിടന്നിട്ടോ എങ്ങനെ വേണമെങ്കിലും യാത്ര ചെയ്യാമായിരുന്നു കേട്ടോ. റോഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിരുന്നു, അതുകൊണ്ട് തന്നെ പതുക്കെയാണ് പോകാൻ പറ്റുന്നത്. നല്ല പൊടിയുണ്ടായിരുന്നു, പക്ഷെ നല്ല സീനറികളായിരുന്നു കേട്ടോ. ടിയാനോ നദീൻ്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത്. ഈ റോഡിൻ്റെ പേര് സിദ്ധാർത്ഥ് ഹൈവേ എന്നാണ്. അങ്ങനെ ഏകദേശം 20 കിലോമീറ്റർ താണ്ടിയപ്പോൾ മൂപ്പരെ വണ്ടിയിൽ നിന്ന് കുറച്ച് ലോഡ് ഇറക്കാണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏകദേശം അരമണിക്കൂറിൻ്റെ അടുത്ത് അവിടെ റെസ്റ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ 30 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞു, ഞാനേ ഇവിടെ വരികയുള്ളൂ, നിനക്ക് പോകേണ്ടത് നേരെയാണെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങിട്ടോ. അങ്ങനെ അവിടെ നിന്ന് പിന്നെ നടക്കാൻ തുടങ്ങി. കുറച്ച് നടന്നപ്പം ബർത്തൂങ് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലെത്തി. അവിടെ നിന്ന് 119 കിലോമീറ്റർ ഉണ്ട് പൊക്കാറയിലേക്ക്. നേപ്പാളിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. 5 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് രാത്രിയാവുന്ന ഒരു ഫീലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം കണ്ടെത്തണം. അങ്ങനെ ഞാൻ കുറേ നടന്നിട്ട് അവസാനം ഒരു ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം കണ്ടെത്തി. അതൊരു റിസോർട്ടിലാണ് കേട്ടോ. ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം നിങ്ങൾ ഇതുവരെ തന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത കിടിലൻ നേപ്പാൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.